നമസ്കാരം. പൃഥ്വിരാജ് മോഹൻലാലിനെ പറ്റിച്ചോ? അതുകൊണ്ടാണോ വിവാദത്തിൽ നാണം കെട്ട് മോഹൻലാലിന് ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നത്? ഇതാണ് ഇപ്പോൾ എമ്പുരാനുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചോദ്യങ്ങൾ. ആദ്യം മോഹൻലാലിന്റെ ഖേദ പ്രകടനത്തിലേക്ക് പോകാം. എമ്പുരാന്റെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹ്യ പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി അറിയുന്നു. ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവരുടേതുമാണ്. അത്തരം വിഷയങ്ങൾ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു. ഇതാണ് മോഹൻലാലിന്റെ പോസ്റ്റിന്റെ പ്രധാന ഭാഗം. ഇതിൽ ഒരിടത്തും താരം പൃഥ്വിരാജ് എന്ന സംവിധായകനെ തള്ളി പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ലൂസിഫറിന്റെ മൂന്നാം ഭാഗം ഉണ്ടെന്ന് ഉറപ്പിക്കുന്ന രീതിയിൽ ലൂസിഫർ ഫ്രാഞ്ചൈസിന്റെ എന്ന ഒരു പ്രയോഗം പോസ്റ്റിൽ പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ എന്താണ് സംഘപരിവാർ അനുകൂലികൾ പ്രചരിപ്പിക്കുന്നത്? മോഹൻലാൽ അറിയാതെയാണ് സിനിമയിൽ ഗോദ്ര കലാപവും ഹിന്ദുത്വ വിരുദ്ധ സീനുകളും വന്നത് എന്നാണ് അവർ പറയുന്നത്. പ്രിവ്യൂ പോലും കാണിക്കാതെ മോഹൻലാലിനെ പൃഥ്വിരാജ് വിദഗ്ധമായി പറ്റിച്ചുവെന്നും ഇത്തരക്കാർ ആരോപിക്കുന്നുണ്ട്. മോഹൻലാൽ സിനിമ ആദ്യമായി കണ്ടത് റിലീസിന്റെ അന്നാണത്രേ. സിനിമ കണ്ടിറങ്ങിയ മോഹൻലാൽ വലിയ ദേഷ്യത്തിലായിരുന്നു എന്നും ഇപ്പോൾ നിങ്ങൾ കാണുന്ന ദൃശ്യം ചൂണ്ടിക്കാണിച്ച് ചിലർ പറയുന്നുണ്ട്. എന്നാൽ മോഹൻലാൽ വിശദീകരിക്കുന്നത് ആവിഷ്കാരത്തിന്റെ ഭാഗമായാണ് ചില പ്രമേയങ്ങൾ കടന്നു വന്നത് എന്നാണ്. മാത്രമല്ല, എല്ലാത്തിനും കൂട്ടുത്തരവാദിത്വമുണ്ടെന്നും ലാൽ വ്യക്തമാക്കുന്നു. അതായത് മോഹൻലാൽ പൃഥ്വിരാജിനെ പരോക്ഷമായി പോലും തള്ളിപ്പറയുന്നില്ല. താരം പൃഥ്വിരാജിനെ തള്ളിപ്പറയുമെന്ന് ചില കേന്ദ്രങ്ങൾ ഇന്നലെ മുതൽ പ്രചരിപ്പിച്ചിരുന്നു. അതുണ്ടായില്ല എന്ന് മാത്രമല്ല, മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പൃഥ്വിരാജ് ഷെയർ ചെയ്തിട്ടുമുണ്ട്. മോഹൻലാലോ ആന്റണി പെരുമ്പാവൂരോ അറിയാതെ പൃഥ്വിരാജ് സിനിമ റിലീസിന് തയ്യാറാക്കി എന്നുമുള്ള ടെക്നിക്കലി പോസിബിൾ അല്ലാത്ത കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില കേന്ദ്രങ്ങളിൽ നിന്ന് കഥകളായി വരുന്നത്. എന്നാൽ സിനിമ താൻ കണ്ടെന്ന് മോഹൻലാൽ തന്നെ ഒരു വേദിയിൽ പറഞ്ഞിരുന്നു. അതെല്ലാം മൂടി വെച്ചാണ് പൃഥ്വിരാജിനെ രാജ്യദ്രോഹിയായി ചിത്രീകരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. എന്തായാലും ഉന്നത സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചതോടെയും വെട്ടിനിരത്തലുകൾ നടത്തുമെന്ന് വിശദീകരിച്ചതോടെയും എമ്പുരാനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ പൃഥ്വിരാജിനെതിരായ സംഘപരിവാർ രോഷം അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. വാര്യംകുന്നത്ത് സിനിമ പ്രഖ്യാപിച്ചത് മുതൽ തുടങ്ങിയ പക എമ്പുരാൻ എത്തിയപ്പോൾ കൂടിയിട്ടേ ഉള്ളൂ. എമ്പുരാനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ഒരു പ്രചാരണം കൂടി ഈ അവസരത്തിൽ പറയാം. അത് തിരക്കഥാകൃത്ത് മുരളി ഗോപിയുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം അസംതൃപ്തനാണ് എന്നതാണ് പ്രചാരണം. അതുകൊണ്ടാണ് അത്രേ പ്രൊമോഷൻ പരിപാടികളിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നത്. എന്നാൽ തിരക്കഥ എഴുതിയ സിനിമകളുടെ പ്രീ പ്രൊമോഷനുകളിൽ മുരളി ഗോപി സാധാരണ പങ്കെടുക്കുന്ന പതിവില്ല. പടം ശ്രദ്ധ നേടിയ ശേഷം ചില വ്യക്തിഗത ഇന്റർവ്യൂകൾ കൊടുക്കുന്നതാണ് മുരളി ഗോപിയുടെ ശീലം. വിവാദങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഒന്നും സംസാരിക്കാനില്ല എന്നാണ് മുരളി ഗോപിയുടെ പ്രതികരണം. എനിക്ക് പറയാനുള്ളത് ഞാൻ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അത് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിച്ച് കാണാമെന്നും മുരളി ഗോപി പറയുന്നു. വ്യക്തിപരമായി സംസാരിച്ചപ്പോഴും സിനിമയുടെ വിജയത്തിലെ സന്തോഷമാണ് അദ്ദേഹം പങ്കുവച്ചത്. ഇനിയുള്ളത് സിനിമയിൽ വെട്ടിനിരത്തലുകൾ വന്നാൽ അത് ആസ്വാദനത്തെ ബാധിക്കുമോ എന്നുള്ള ചോദ്യമാണ്. 17 ഇടങ്ങൾ വെട്ടിമാറ്റുമെന്നാണ് അറിയുന്നത്. 3 മണിക്കൂറിന് മുകളിലുള്ള സിനിമയിൽ നിന്ന് ഈ 17 രംഗങ്ങൾ ഒഴിവാക്കുമ്പോൾ അത് ആസ്വാദനത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് കണ്ടറിയണം. പ്രമേയപരമായി വ്യത്യാസം എമ്പുരാനിൽ വരില്ല എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. കാരണം എമ്പുരാന്റെ മേക്കിംഗ് ആ രീതിയിലാണ്.